രോഹിതേട്ട, പാലക്കാടിന്റെ മണ്ണിൽ സന്ദീപ് വാര്യർ കൊല്ലപ്പെടുമോ? സന്ദീപ് വാര്യർ കൊല്ലപ്പെടുമോ? അതെ. എന്നുവെച്ചാ ബിജെപിക്കാരുടെ മുദ്രാവാക്യങ്ങളൊന്നും കേട്ടില്ലേ കണ്ണൂര് നടന്നേ? ഒറ്റുകാരനെ പാലക്കാടിന്റെ മണ്ണിൽ പട്ടാപ്പകലിൽ എടുത്തോളാമെന്നാണ് മുദ്രാവാക്യത്തിൽ പറഞ്ഞത്. പട്ടാപ്പകലിൽ എടുത്തോളാം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ ആവശ്യമുള്ളൂ. അതിൽ കൊന്നുകളയും അതിലൊരു ഭീഷണിയുടെ സ്വരം ഏട്ടൻ കേൾക്കുന്നില്ലെന്നാണോ? ഭീഷണിയുടെ സ്വരം ഉണ്ടാവും. അതിപ്പം CPM-മാരും വിളിക്കും, കോൺഗ്രസ്സുകാരും വിളിക്കും, BJP-കാരും വിളിക്കും. ഏതൊരു രാഷ്ട്രീയ പരിപാടിയുടെ മുദ്രാവാക്യം ഉണ്ടെങ്കിലും അവർക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കും. ഇതിപ്പോ എടുക്കാനും ഇന്നോവ വിടാനും ഒന്നും BJP സന്ദീപ് വാര്യർക്കെതിരെ അങ്ങനെ മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സന്ദീപ് വാര്യർ പോയാൽ ഒരു കുന്തവും ഇല്ല എന്ന് അവർ തന്നെ ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിച്ചു. പക്ഷേ ഇത്തവണത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് വന്ന റിപ്പോർട്ടില് അതിൽ സന്ദീപ് വാര്യർ കുറച്ച് വോട്ട് BJP-യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. സന്ദീപ് വാര്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ല, സന്ദീപ് സ്വാഭാവികമായിട്ടും ഒരു നേതൃമാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അതിനകത്ത് ആശങ്ക കൊണ്ട് നിൽക്കുന്ന ചില ആളുകൾ മാറ്റി കുത്തിയോ അല്ലെങ്കിൽ നോട്ടൊക്കെ ഇട്ട് കുത്തിയോ ഒക്കെ ചെയ്യും. അല്ലാതെ അത് സന്ദീപ് വാര്യർ വലിയ കഴിവോ ഒന്നുമല്ല. അംഗീകാരമാണെന്നാണ് സന്ദീപ് വാര്യർ ജി പറയുന്നത്. സന്ദീപ് വാര്യർ ജി അല്ല, സന്ദീപ് വാര്യർ ജി ഇല്ല ഇപ്പൊ. അപ്പം ബഹുമാനായ സന്ദീപ് വാര്യർ എന്ത് പറഞ്ഞാലും നോക്കൂ, BJP ബലിദാനികളുടെ പേര് പറഞ്ഞ് പ്രസ്ഥാനത്തെ ഒറ്റിയ എന്നുള്ളതാണ് അവർ വിളിച്ചു തുടങ്ങിയ മുദ്രാവാക്യം. അത് മുദ്രാവാക്യം വൃത്തിയായി കേൾക്കണം. നോക്കൂ, സന്ദീപ് വാര്യർ പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും ബലിദാനികളുടെ പേരെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ CPM-ന് രക്തസാക്ഷികൾ പോലെ BJP-ക്ക് ബലിദാനികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റിനോട്, ആ പേരിനോട് പോലും എനിക്ക് യാതൊരു വിധത്തിലും യോജിക്കാൻ പറ്റില്ല. അത് BJP-യിലായാലും CPM-ലായാലും ഈ പറയപ്പെടുന്ന കോൺഗ്രസ്സിലായാലും ഈ പ്രസ്ഥാനങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ബലിദാനികളും രക്തസാക്ഷികളും ഒക്കെ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളാണ്, മാർക്കറ്റിംഗ് ടൂൾസാണ്. നഷ്ടപ്പെട്ടവൻ്റെ വീട്ടുകാർക്ക് മാത്രമുണ്ട്, ഭാര്യയ്ക്കാണ്, അമ്മയ്ക്കാണ്, സഹോദരിമാർക്കാണ്. ഈ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതേ സന്ദീപ് വാര്യർ ഈ പോകുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ബൈറ്റ് തന്നപ്പോഴും ബലിദാനികളുടെ പേര് ഉപയോഗിച്ചിരുന്നു. ബലിദാനികളുടെ മണ്ണാണ്, അതൊന്നും പാലക്കാടൻ ജനത മറക്കില്ല, BJP-യെ ചേർത്ത് പിടിക്കുമെന്ന് സന്ദീപ് വാര്യർ ആ വാചകം എന്നോടും പറഞ്ഞതാണ്. എൻ്റെ മൈക്കിന് മുന്നിലും എൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പറഞ്ഞതാണ്. അപ്പോൾ ബലിദാനികളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പും പോകുന്നതിന് ശേഷവും. പക്ഷേ ഒറ്റുകാര സന്ദീപെ 30 വെള്ളി കാശിന് വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത നിന്നെ പാലക്കാടൻ മണ്ണിൽ ഞങ്ങൾ കണ്ടോളാം, ഇതാണ് ആ മുദ്രാവാക്യം. അപ്പോൾ സ്വാഭാവികമായും BJP അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് തെറ്റൊന്നുമില്ല. അതിപ്പോ പിന്നെ സരിനെതിരെ എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കോൺഗ്രസ്സുകാർ ഇട്ടു. അതൊന്നും അവരൊന്നും അടങ്ങിയത് എപ്പോഴാണ്? ഈ പറയപ്പെടുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വെറും ഒരു ടൂൾ മാത്രമാണ് സന്ദീപ് വാര്യർ. ഇനി സന്ദീപ് വാര്യരുടെ അവസ്ഥ അടുത്ത നിയമസഭാ ഇലക്ഷൻ ഒരു സീറ്റ് കൊടുക്കും എവിടെയെങ്കിലും, സെറ്റിൽമെന്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ പരാജയപ്പെട്ടാൽ സന്ദീപ് വാര്യർക്ക് പുല്ലുവിലയാണ്. പ്രസ്ഥാനം മാറിപ്പോകുന്ന, ആദർശം മാറിപ്പോകുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ അതൊക്കെയുള്ളൂ. സന്ദീപിന് രാഷ്ട്രീയത്തിൽ തുടരണമെങ്കിൽ സന്ദീപ് അത്രത്തോളം കളികൾ കളിച്ച് നിൽക്കണം. സന്ദീപ് വാര്യർ ചെങ്ങന്നൂര് സജി ചെറിയാനെതിരെ ഒരു പരിപാടിക്ക് പോയി. അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്, പോലീസ് സ്റ്റേഷന്റെ ബാരിക്കേഡ്, പോലീസിന്റെ ബാരിക്കേഡ് കണ്ടപ്പോൾ മുന്നേ ബാനറിന് മുന്നിൽ പിന്നെ ട്രൈക്കളർ ത്രിവർണ്ണ പതാകയും പിടിച്ച് കോൺഗ്രസിന്റെ പതാകയും പിടിച്ച് വരുന്ന സന്ദീപ് വാര്യർ നിന്ന നിപ്പിൽ ഊളിയിട്ട് ഒരൊറ്റപ്പൊക്കെ. പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ വീഡിയോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലമുറ, അതായത് ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ വന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു തലമുറ അതിൽ നിന്നൊരു വിഭിന്നമായിരുന്നു. അടി വന്ന നിന്നടികൊള്ളും, പ്രവർത്തകരെ അടിക്കുമ്പോൾ നോക്കി നിൽക്കാതെ ചാടി വീണ് തള്ളി മാറ്റുന്ന ഇങ്ങനെയൊക്കെ ഒരു പുതിയ തലമുറ. പണ്ട് ഈ കഞ്ഞിക്കുഴി സതീശന്മാരുടെ കാലഘട്ടത്തിൽ അപ്പുറത്തേക്ക് മാറി നല്ല കരുത്തുറ്റ നേതൃത്വം യുവനിരയിലേക്ക് വന്നതിന് ശേഷം അത് മാറിക്കൊണ്ടിരുന്നതാണ്. അപ്പം ആ പഴയ കഞ്ഞിക്കുഴി സതീശന്മാർക്ക് ഇപ്പോൾ ഒരു പിൻഗാമി ഉണ്ടായിരിക്കുന്ന അയാളുടെ പേരാണ് സന്ദീപ് വാര്യർ അഥവാ ബ്രോക്കർ വാര്യർ. അദ്ദേഹം BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളെ കൊണ്ടുവന്ന ബ്രോക്കറായി ദല്ലാളായി പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ആക്ഷേപം. സന്ദീപ് വാര്യരുടെ പേര് മാറ്റി ഇപ്പോൾ ദല്ലാൾ വാര്യർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മീഡിയ നോക്കി നിൽക്കല്ലേ, ക്യാമറ നോക്കി നിൽക്കല്ലേ. നീ കോൺഗ്രസ് ചെന്നതിന് ശേഷം ഉള്ള ആദ്യത്തെ സമര പരിപാടിയല്ലേ. ഒരു പോലീസുകാർ അങ്ങനെ അടിക്കത്തൊന്നുമില്ല, അവർ നിവർത്തിയിട്ടാലേ അടിക്കൂ. അവരടിക്കുമ്പോഴും നോക്കിക്കണ്ടേ അടിക്കത്തുള്ളൂ. സന്ദീപ് വാര്യരെ പോലൊരുത്തിനൊന്നും അവരടിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഷാഫി പറമ്പിലിട്ടോ അടി കിട്ടിയെന്ന് ചോര അത് വല്ല കല്ലൊക്കെ വന്ന് കൊള്ളേ, അല്ല പോലീസുകാർ അടിക്കത്തൊന്നുമില്ല. കാരണം അവര് ജനപ്രതിനിധികളാണ്, അത്യാവശ്യം ഫെയിമായിട്ട് നിൽക്കുന്നവരാണ്. ഈ വയനാട് നടന്ന ജഷീർ പള്ളിവേലിനെ അടിച്ച് മുതു പൊട്ടിച്ച സുൽത്താൻ ബത്തേരി CA-യുടെ കഥയൊക്കെ തികച്ചും ഒറ്റപ്പെട്ട സംഭവം. അതെന്തോ വ്യക്തിവൈരാഗ്യം അവിടെ തീർന്നതാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആ CA എടുത്തോളാന്നും പറഞ്ഞിട്ട് ജഷീർ പള്ളിവേൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. CA-യുടെ ഫോട്ടോ വെച്ചിട്ട് കാലം മാറും, ഞങ്ങളുടെ ഭരണം വരും, അല്ലെങ്കിൽ നിന്നെ എടുക്കാതെ ഞങ്ങൾ വിടില്ല എന്ന് അയാൾ കൃത്യമായി വധഭീഷണിയുടെ സ്വരത്തിൽ തന്നെ അത് മുഴക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അടി കൊണ്ടുവന്നത് അവന് തന്നെയാണല്ലോ. അപ്പോൾ അവനത് പറയാം. മറ്റേ ആൾക്ക് ഒരുപക്ഷെ എനിക്കറിയില്ല, പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു പോലീസുകാരുടെ നിലയിൽ അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ വാചകം ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഈ പറയപ്പെടുന്ന സന്ദീപ് വാര്യരെ കൊല്ലും തട്ടും എന്നൊന്നല്ല പറഞ്ഞേക്കുന്നത്, നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നാണ് ഞാൻ പറയുന്നത്. കൊലപാതകത്തിന്റെ രാഷ്ട്രീയം BJP-യെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കൂടുതലായി നമ്മൾ കാണുന്നതാണ്. മൂന്ന് പാർട്ടിയിലുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ വെച്ച് കുറച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നഷ്ടങ്ങൾ അവർക്ക് കൂടുതലാണ്. കൃപേഷും ശരത്ലാലും ഒക്കെ അടക്കം ഒരുപാട് പേര് നഷ്ടങ്ങൾ കോൺഗ്രസിന്റെ ക്യാമ്പിൽ കൂടുതലാണെങ്കിലും നമുക്ക്
സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയപ്പോൾ എന്നെ തേടി ഒരു ഇന്നോവ വന്നേക്കാം. സുരേന്ദ്രൻ കൊടുക്കുന്ന കൊട്ടേഷനിൽ മറ്റേ ഇദ്ദേഹം നിങ്ങളുടെ പാലക്കാട്ടത്തെ താങ്കളുടെ MLA എം പി രാജേഷ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇന്നോവ എൻ്റെ വീട്ടിലേക്ക് എന്നെ തട്ടാനായി വന്നേക്കാമെന്നൊരു വാചകം സന്ദീപ് വാര്യർ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്ദീപ് വാര്യരോട് ഞാൻ അന്നും ചോദിച്ചതാണ്, ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചതാണ്, അങ്ങനെ സന്ദീപ് വാര്യർ ഡ്രൈവ് ചെയ്ത് എത്ര ഇന്നോവ BJP കൊട്ടേഷനിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. നേതാക്കന്മാർക്കല്ലേ അറിയും, BJP നേതാവായിട്ടിരുന്ന ആളല്ലേ സന്ദീപ് വാര്യർ. അപ്പോൾ എത്ര പേരെ കൊല്ലാൻ ഇവർ ഇന്നോവ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ BJP നേതൃത്വം വിട്ടിട്ടുണ്ട്. സന്ദീപ് വാര്യർക്ക് അറിയാമായിരിക്കുമല്ലോ. സന്ദീപ് വാര്യർ കുറ്റസമ്മതം നടത്തട്ടെ, എത്ര പേരെ കൊല്ലാൻ ഇന്നോവ വിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വിടില്ല എന്നുള്ള ഉത്തമ ബോധ്യം സന്ദീപ് വാര്യർക്കുണ്ട്. അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഇങ്ങനെ ഷാഫി പറമ്പലിന്റെ മുഖം തുടച്ചു കൊടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീർപ്പ് തുടച്ചു കൊടുക്കാനൊന്നും അവിടെ നിൽക്കില്ല. ഒറ്റുകാരൻ എന്നും ഒറ്റുകാരൻ തന്നെയാണ്, അത് ഏത് പ്രസ്ഥാനത്തിലായാലും. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ സരിൻ പോയതുപോലെ സരിനെയും ഒരു പരിധി വരെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നത് സരിൻ ഇലക്ഷൻ മുറുകുന്നതിന് മുമ്പ് തന്നെ, സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മുമ്പ് തന്നെ, സ്ഥാനാർത്ഥി അല്ലാതെ അറിഞ്ഞപ്പോൾ തന്നെ സരിൻ പാർട്ടി വിട്ട് പോയി, നിലപാട് അറിയിച്ച് പോയി. അയാൾക്ക് അടുത്ത സീറ്റ് കിട്ടി. സന്ദീപ് വാര്യർ എപ്പോഴാണ് പോകുന്നത്? ഇലക്ഷന്റെ പീക്ക് ടൈമിലാണ് പോകുന്നത്. ഇയാൾക്ക് നേരത്തെ പോയിക്കൂടായിരുന്നു. അദ്ദേഹം പല പരിപാടികളിലും സജീവമായി BJP-യുടെ ക്യാമ്പയിൻ എന്താണ്, BJP-യുടെ പ്രവർത്തന രീതി എന്താണ്, പ്രവർത്തന ശൈലി എന്താണ്, എവിടെയൊക്കെയാണ് കൃത്യമായ കണക്കൂട്ടലെല്ലാം കൂടിരുന്ന് ഇതെല്ലാം കേട്ടിട്ട് ഒറ്റയെടുത്ത് പുറത്തോട്ട് കൊടുത്ത ഒറ്റുകാരനല്ലേ വിളിക്കാൻ പറ്റും. സന്ദീപ് വാര്യർ അതുകൊണ്ടാണ് സന്ദീപ് വാര്യരോട് ഇത്ര വലിയ രോഷം ഉണ്ടാവുന്ന ആളുകൾക്ക്. ഇപ്പൊ പാർട്ടി മാറി അങ്ങ് പോയപ്പോൾ എത്രയോ പേര് പാർട്ടി മാറി പോയിരിക്കുന്നത്. CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരാൾ, നിലവിലായിരിക്കുന്ന ഒരാൾ, ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷനായിരുന്ന ഒരാൾ, പിന്നെ കലാലയ രാഷ്ട്രീയത്തിലെ യുവജന രാഷ്ട്രീയത്തിലെ തീപ്പൊരി നേതാവ് ആലപ്പുഴയിൽ BJP-യിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തെ ആരും ഒറ്റുകാരെന്ന് വിളിക്കാത്ത എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം ഇഷ്ടമാണ്. അതെ, വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന വ്യക്തമായ തീരുമാനമാണ്. അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടല്ല പോണേ. താൻ ഇതുവരെ അതുമാത്രമല്ല, രാഖിച്ചാരുടെ മുറിച്ചു കളഞ്ഞ ലാഘവത്തോടെ RSS-നെയും BJP-യും തള്ളി പറയുകയാണ്, നേതാക്കന്മാരെ തള്ളി പറയുക. സുരേന്ദ്രേട്ടൻ എന്ന് തികച്ചു വിളിക്കാത്ത സന്ദീപ് വാര്യർ പിറ്റേന്നിറങ്ങിയതിന്റെ സുരേന്ദ്രൻ എയറിലാണ്, സുരേന്ദ്രൻ മാങ്ങയാണ്, സുരേന്ദ്രൻ തേങ്ങ. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും VK ശ്രീകണ്ഠന്റെയും കഴിവിൽ പാലക്കാട് ജയിച്ചു. ഞാൻ അങ്ങനെ തന്നെയാണ് അവർ പറയാനായി. അല്ല, സന്ദീപ് വാര്യർ കഴിവുകൊണ്ടൊന്നുമല്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ കണക്കുള്ള ഒരു 22,000-23,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോയതുകൊണ്ടാണ് അയാളുടെ ഭൂരിപക്ഷം കുറേയൊക്കെ കുറഞ്ഞത്. ഈ മുസ്ലിം വിരുദ്ധത അടിച്ചുകൊണ്ടിരുന്ന ഇവനെ എടുത്ത് വെച്ചത് കൊണ്ട് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ പലരും വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഞാൻ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തോക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ശരിയാണ്, ഇത് നമ്മുടെ കണക്കൂട്ടലായി, അത് തെറ്റിപ്പോയി. അത് നമ്മൾ അംഗീകരിക്കുന്നു, ജനാധിപത്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ 2 കൈ നീട്ടി പാലക്കാട് ജനത സ്വീകരിച്ചു, വലിയ വിജയം നൽകി അവിടെ നയിക്കുന്നു. അതിന് സന്ദീപ് വാര്യർ സപ്പോർട്ട് ഒന്നും. പക്ഷെ അതൊരു സീറ്റ് റിവെഞ്ചാ. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സീറ്റ് റിവെഞ്ചാ. ഇന്നലെ വരെ തെറി വിളിച്ചുകൊണ്ടിരുന്നവനെ കൊണ്ടുവന്ന് മുഖം തുടപ്പിക്കുന്ന ഷാഫി പറമ്പിലിന്റെ മാസ് വേർപൊടിച്ചെടുക്കുന്ന ഇന്നലെ വരെ നീ ആരാടാ അതിന്റെ അച്ചിയോട് പോയി പറയണം, അതിന്റെ പന്തോട് പോയി പറയണമെന്ന് പറഞ്ഞ് പരസ്പരം പോർ വിളിച്ച പിന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ തോളത്ത് കൈയിട്ടിട്ട് ചാമക്കാലയും ഞങ്ങളും വലിയ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത് ചാമക്കാലയുടെ വിജയമാണ്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയുടെ പരാജയമാണ്. ഇതിലും ഭേദം സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഈ പണിയെല്ലാം അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഓക്കെ, അയാൾ പാർട്ടി വിട്ടു, പാർട്ടി പോയി, പാർട്ടി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുക, പോവുക. നമുക്ക് PC ജോർജ് തൃക്കാക്കര ഇലക്ഷന്റെ സമയത്ത് BJP-ക്ക് വേണ്ടി പ്രചരണം നടത്തി. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും പുള്ളി ആരുടെ മോഹൻ തുടച്ചു കൊടുക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. പുള്ളിയുടെ നിലപാടിൽ തന്നെ നിന്നേ. പുള്ളി പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ക്യാമറയ്ക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട്. പല കളിയും കളിച്ചു, സീറ്റ് കിട്ടാത്തതിൽ സങ്കടമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ പറയാം, പത്മജ വേണുഗോപാൽ BJP പോയി. എന്തിയെ പാലക്കാടൊന്നും പുള്ളി ഇറങ്ങിയില്ലല്ലോ. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 4 പ്രസംഗമൊക്കെ കാച്ചി ഇവർക്ക് അത് പോട്ടെ. അതിപ്പം പണ്ട് കോൺഗ്രസിൽ ഒതുങ്ങി തന്നിരുന്നതല്ലേ. കോൺഗ്രസിലും അവര് ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് സജീവമായി ഇറങ്ങി വന്നിരുന്നത്. അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും മാത്രമാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്തായാലും സന്ദീപ് വാര്യരെ തട്ടാനൊന്നും BJP-ക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതൊന്നും അങ്ങനൊന്നും പേടിക്കണ്ട. ഇതിനെ പ്രവർത്തകർ ഒരു ആവേശത്തിന് അങ്ങ് വിളിച്ചതാണ്. ഇപ്പോഴത്തെ സീരിയസ്ലി ഏതൊരു BJP-ക്കാരനെ കണ്ടത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ പോയി കുറേ BJP-ക്കാരെ കണ്ടു. അത് ഞാൻ പറഞ്ഞ ചർച്ചയുടെ ഇടയിൽ സന്ദീപ് വാര്യരുടെ പേര് വരുമ്പോഴത്തേക്ക് അവരുപയോഗിക്കുന്ന രണ്ട് അക്ഷരമുള്ള ഒരു വാക്കാണ്. എന്നിട്ട് ഒന്ന് കാക്കിച്ച് തുപ്പിട്ടിരുന്നിട്ടൊക്കെ പോകും. സീരിയസ്ലി ഞാൻ കണ്ടാ ഞാൻ ഇവർക്ക് എന്താ ഞാൻ ചോദിച്ചെന്താ എടാ അവൻ കാണിച്ച പണി അതല്ലേ. ഈ ഇടയ്ക്കും എൻ്റെ നാട് കൊട്ടാരക്കരയിൽ ഈ ഇടയ്ക്ക് സന്ദീപ് വാര്യർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് BJP-യുടെ. അന്ന് ഒരാൾ പറയാം, എടാ ഇവൻ തൃശ്ശൂരിൽ നിന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതിന്റെ വണ്ടിക്കൂലി വരെ ഞങ്ങളുടെ ഇത് മേടിച്ചത്. ഒരു പാർട്ടിക്കാരൻ പറഞ്ഞതാണ്. പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഇവർ. അപ്പോൾ ആ സന്ദീപ് വാര്യരെ ഇത്രയൊക്കെ ഇവർ BJP-ക്കാർ പറയുന്നതിൽ BJP-ക്കാരുടെ രോമം എഴുന്നേറ്റ് വരാനുള്ള ബലിദാനി ദിനത്തിൽ അവർക്ക് അത്രത്തോളം ചോര തിളപ്പിക്കുന്ന പേരായി സന്ദീപ് വാര്യർ പറയാം. ആവേശം കൊണ്ടല്ല, അതെ, അവരോടുള്ള എന്താ പറയാ അവജ്ഞ ഉണ്ട്. രോമം ചോര തിളപ്പിക്കുന്ന പേരാണ് സന്ദീപ് വാര്യർ എന്നുള്ളതായി മാറി. അപ്പോൾ ഇന്നലെ വരെ എടുത്തുകൊണ്ട് നടന്നവർ നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആ ഒരു അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനും ഉണ്ടാകാതിരിക്കും.